ഏതോ ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള വസ്തുവിൻ്റെ മേലിൽ വീണ ഒരു അവശിഷ്ടമാണ്. ഇങ്ങനെയുള്ള വിഷ്വലുകൾ വരാറുണ്ട്. ഇത് ആക്രമണമാണ്, അഥവാ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ നടന്നൊരു ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത്തരം ഒരു ആക്രമണം ഖത്തറിൻ്റെ മണ്ണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ട് മിസൈലുകളും ഒരു ഡ്രോണുകളും താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അത് തന്നെ അൽ-ഉദൈദ് ബേസിലാണ്. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകളോട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് വീണ്ടും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യം തന്നെ നമുക്കും പറയാനുള്ളത്. പരമാവധി അകത്ത് വീടുകൾക്കും അതുപോലെ താമസ സ്ഥലങ്ങൾക്കും അകത്ത് തന്നെ ഇരിക്കുക. അനാവശ്യമായി ഈ ഡബ്രിസ് ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്ന സമയത്ത് അതിനെ കൗതുകത്തോടെയെങ്കിലും എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകരുത്. കാരണം അത് ഏത് തരത്തിലാണ് വർക്കാകുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ പ്രതിരോധ മന്ത്രാലയവും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിംസ്. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരണം നൽകുന്നത് ദോഹയിൽ നിന്ന്. അബ്ബാസ്, ഇത് എത്ര ദിവസം തുടരും എന്ന വല്ല അനുമാനവുമുണ്ടോ ഖത്തറിനും മറ്റു രാജ്യങ്ങൾക്കും? യഥാർത്ഥത്തിൽ അത്തരം ഒരു അനുമാനം ഇവിടുത്തെ അധികൃതർക്കുണ്ടോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് നിശ്ചയമില്ല. കാരണം ഇന്നലെ 11:39 ആദ്യത്തെ അറ്റാക്ക് ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ രാവിലെ 11:39 ഇന്നലെ. അതിനുശേഷം ഏകദേശം ഇന്നലെ മാത്രം 60-ലേറെ മിസൈലുകൾ, ഇന്ന് നമ്മുടെ ഒരു അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 11-ലേറെ മിസൈലുകൾ, ആളുകളുടെ ശബ്ദം കേട്ടതനുസരിച്ച് ഏകദേശം 20ഓളം മിസൈലിൻ്റെ ശബ്ദങ്ങൾ, ഇങ്ങനെ ഇത്തരത്തോളം മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ന് അവസാനിക്കുമെന്നുള്ളൊരു ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്ക്, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, ഖത്തറിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ശ്രമങ്ങൾക്ക് ഈ രാജ്യം മുൻകൈയെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്ന് അവസാനിക്കുമെന്നുള്ള രീതിയിലൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും അതുപോലെ തന്നെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നേതൃത്വങ്ങളുമായി, ലോകരാജ്യ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഖത്തർ അമീറിനെ ബന്ധപ്പെട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമർ, അതുപോലെ ജർമ്മൻ ചാൻസലർ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, അതുപോലെ GCCയിലെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അതുപോലെ കുവൈത്ത് അമീർ, ഈ അടക്കമുള്ള GCCയിലെ രാഷ്ട്രങ്ങൾ, അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ള ആളുകൾ ഖത്തർ അമീറിനെ ബന്ധപ്പെട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയെ വിവിധ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും വിദേശകാര്യമന്ത്രിയും ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടുകളിൽ സ്ഥിരമായി നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഖത്തറിനോട് ഐക്യദാർഢ്യപ്പെടുന്നതിനൊപ്പം എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കൂടിയാണ്. ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക എന്നല്ലാതെ ഇത് നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു പക്ഷേ ഇറാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് ഇസ്രായേലും അമേരിക്കയുമാണ്. അതുകൊണ്ട് തന്നെ ആയത്തുള്ള ഖാംനയി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധം എത്രമാത്രം നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നിശ്ചയവുമില്ല. എങ്കിലും ഇതിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഖത്തർ അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖത്തറിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിൻ്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ നയതന്ത്ര പരിഹാരം കണ്ടെത്താനുള്ള ഒരു രാജ്യം എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വഴിത്തിരിവാകും, അതിലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ ഖത്തർ അമീറും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ലോകത്തുടനീളമുള്ള രാഷ്ട്രങ്ങൾ, യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, റഷ്യ ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രാജ്യങ്ങൾ, അതുപോലെ GCC എന്ന രാജ്യങ്ങൾ, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാവരും കൊണ്ടുപിടിച്ച സംഭാഷണത്തിലും ശ്രമത്തിലുമാണ് നിലവിലുള്ളത്. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വഴിത്തിരിവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിതൊരു ഉറപ്പ് പറയാനായിട്ടില്ല. നമുക്ക് ഈ യുദ്ധം എത്രയും വേഗത്തിൽ അവസാനിക്കണമെന്ന പ്രാർത്ഥന മാത്രമാണ് ഇവിടുത്തെ ആളുകൾക്കും ഇവിടുത്തെ പ്രവാസികൾക്കും ഉള്ളത് എന്നുള്ളത് കൂടിയാണ്. ജിംസ്.